ഗൈസ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് പീയണിക്ക കറി വയ്ക്കാം. പീയണിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തിരുവനന്തപുരത്ത് പീയണിക്ക എന്നും പറയും, മത്തൻ എന്നും പറയും. വെട്ട് പച്ചക്കറി വാങ്ങിച്ചതിൽ എനിക്ക് ഒരു പീസ് പിന്നെ പീയണിക്ക അതിൽ കിടന്ന്, അപ്പം ഞാൻ വിചാരിച്ച് അതൊരു കറിയാക്കി കളയാന്ന്. അപ്പം അത് ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം നമുക്ക് പീയണിക്ക കറി വയ്ക്കാം. ഇതാ ഇത്ര ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പിടി ചെറുപയർ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കോവുത്തി എന്നൊക്കെയാണ് ഇവിടെ പറയണത് കേട്ടോ. ഭാഷയിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ ഇത്ര ആയതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കുന്നില്ല. ഞാൻ എന്താ മത്തൻ അരിഞ്ഞ് അതാ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പയർ വെന്തതിന് ശേഷം ഇടാം. പയർ അതാ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരുമിച്ച് കിടന്നങ്ങ് വേവും. അപ്പം നമുക്കിത് മത്തൻ ഇട്ട് കൊടുക്കാം. ഇതിൽ തെറിച്ച് മത്തൻ ഇട്ടിട്ട് ഞാൻ ഉപ്പ് നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇളക്കിയതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കിടന്ന് വേവട്ടെ. ഇത് അരയ്ക്കാനുള്ളതെല്ലാം ഇതിലോട്ട് ഇടാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് അരച്ചെടുക്കാം. പീയണിക്ക ഇട്ട് പയറിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ അതാണ്ട അരങ്ങി ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിക്കാം. കാണൂല കേട്ടോ, കുറച്ചുകൂടെ ഉപ്പ് ഒഴിക്കാം. പിന്നെ ഇതൊന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് അങ്ങനെ മത്തൻ കറി വേണ്ട ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ നേരത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറാവട്ടെ. ഇതാ പീയണിക്ക കറി അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. മത്തൻ കറി എന്നും പീയണിക്ക കറി എന്നൊക്കെ പറയും. ഇത് മാത്രം മതി ഇതാ ചോറ് കഴിക്കാനായിട്ട്. പയറും ഇട്ട് വെച്ചതാണ്. അപ്പോഴെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പച്ചക്കറി വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ ഒരു കഷ്ണം പീയണിക്ക കിടന്നാലും അതിനെ എടുത്ത് ഇത്തിരി പയറും ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ചോറ് കഴിക്കാൻ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.